വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സ്വാദിഷ്ടമായ മുരിങ്ങയ്ക്ക മാങ്ങ കറിയാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 3-4 മുരിങ്ങയ്ക്ക, അതേപോലെ തന്നെ ഒരു തക്കാളി, ഒരു മാങ്ങയുടെ പകുതി, ഒരു പച്ചമുളക്, 4 പീസ് ചുവന്നുള്ളി, ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ മുരിങ്ങയ്ക്ക നമ്മൾ ഒരേ വലിപ്പത്തിൽ മുറിച്ച് അത് കീറി, അതുപോലെ തന്നെ തക്കാളി ചെറുതായി അരിഞ്ഞത്, മാങ്ങ ഒരു മുറി, അതും തക്കാളിയുടെ വലിപ്പത്തിൽ തന്നെ ചെറുതായി അരിഞ്ഞ്, അത് ഉള്ളി, അതുപോലെ ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് കീറിയിട്ടാൽ മതി. അതുപോലെ തന്നെ പച്ചമുളക് ഒരെണ്ണം നീളത്തിൽ അരിഞ്ഞത്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇത് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് പച്ചമുളകും മുരിങ്ങയ്ക്കായും ചെറിയ ഉള്ളിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നമ്മൾ വേവിക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരകി അതിൽ ഒരു 2 അല്ലി ചെറിയുള്ളി, അല്പം ജീരകം ഇവ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അതിനുശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക തിളച്ച് വരും. ആ തിളച്ച് വരുന്ന സമയത്ത് അതിനകത്തേക്ക് കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും മാങ്ങായും ചേർത്ത് ഒന്നും കൂടെ ഇളക്കി അടച്ച് വെക്കുക വേവാൻ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് ഇളക്കി ചെറിയൊരു തിള വരുന്നിടം വരെ ഒന്നുകൂടെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. അതിനുശേഷം നമ്മളൊരു കടുക് താളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ, ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനുശേഷം ഒരു 2 അല്ലി ഉള്ളി, വറ്റൽമുളക് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് അല്പം കടുക്, 2 അല്ലി കറിവേപ്പില ഇവ ചേർത്ത് ഒന്നും കൂടെ മൂത്ത ശേഷം നമ്മൾ കറിയിലേക്ക് താളിക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങയ്ക്ക മാങ്ങ കറി റെഡി. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ വളരെ രുചികരമാണ്. നമുക്ക് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.